ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമക്കോ തെറാപ്യൂട്ടിക് സബ്ജക്റ്റിലെ ഒഫ്താൽമോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ടോപ്പിക്സ് ആണ് മെയിനായിട്ട് നോക്കാനുള്ളത്. ഗ്ലൂക്കോമയുണ്ട്, അതേപോലെ തന്നെ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ട്. അപ്പം ഒഫ്താൽമോളജി അതിൽ 2 പറയുന്നുണ്ട്, ഗ്ലൂക്കോമയുണ്ട്, കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഗ്ലൂക്കോമ ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ ഗ്ലൂക്കോമ നോക്കാം, അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐ ഡിസോർഡേഴ്സ് ആണ്, and it is characterized by progressive damage to the optic nerve, usually associated with increased intraocular pressure, which leads to gradual loss of vision and visual field defects if untreated. ഓക്കെ, ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐ ഡിസോർഡേഴ്സ് ആണ്. അതിൽ മെയിനായിട്ട് എന്താ പറയുന്നത്? ഡാമേജ് ടു ദ ഒപ്റ്റിക് നെർവ്, പ്രോഗ്രസീവ് ഡാമേജ് ടു ദ ഒപ്റ്റിക് നെർവ്, ഒപ്റ്റിക് നെർവിന് സംഭവിക്കുന്ന ഡാമേജിന്റെ കേസാണ് പറയുന്നത്. എന്ത് വഴിയാണ് ഈ ഒപ്റ്റിക് നെർവ് ഡാമേജ് ഉണ്ടാവുന്നത്? ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഇൻട്രാ ഓക്കുലർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിനുള്ളിലുള്ള പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാ ഓക്കുലർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാ ഓക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒപ്റ്റിക് നെർവിന് ഡാമേജ് സംഭവിക്കുന്നു. ആൻഡ് അതുവഴി നമ്മളിത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഗ്രാജുവലായിട്ടും ലോസ് ഓഫ് വിഷൻ സംഭവിക്കുന്നു, അതേപോലെ തന്നെ വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സും സംഭവിക്കുന്നു. അപ്പം എന്താ ഗ്ലൂക്കോമ? ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐ ഡിസോർഡർ ആണ്. ആൻഡ് അതിൽ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആണ് സംഭവിക്കുന്നത്. എന്തുവഴി? കണ്ണിനുള്ളിലുള്ള അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഒപ്റ്റിക് നെർവ് ഡാമേജ് സംഭവിക്കുന്നു. നമ്മളത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗ്രാജുവൽ ലോസ് ഓഫ് വിഷൻ ഉണ്ടാകുന്നു, അതേപോലെ തന്നെ വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സും ഉണ്ടാകുന്നു. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സിംപ്ലി ഗ്ലൂക്കോമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് pressure inside the eye increases and damages the optic nerve, eventually causing permanent blindness. അതാണ് ഒപ്റ്റിക് കണ്ണിനുള്ളിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഒപ്റ്റിക് നെർവിന് ഡാമേജ് സംഭവിക്കുന്നു, അതുവഴി പെർമനന്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു. ഇത്രയാണ് ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗ്ലൂക്കോമ നമുക്ക് ഒരു സിമ്പിൾ ടേമിൽ ഓർത്തിരിക്കാം. അപ്പോൾ ഗ്ലൂക്കോമ എന്ന് പറയുമ്പോഴത്തേക്കും, ഗ്ലൂക്കോമയുടെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമ്മളതിൽ വേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒരു 4 പോയിന്റ് ആക്കി പറയാം. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഐ ഡിസോർഡർ ആണ്, ഗ്രൂപ്പ് ഓഫ് ഐ ഡിസോർഡേഴ്സ്. അതിൽ സെക്കൻഡ് പോയിന്റ് എന്താണ്? പ്രോഗ്രസീവ് ഡാമേജ് ടു ദ ഒപ്റ്റിക് നെർവ്, ഒപ്റ്റിക് നെർവിൽ പ്രോഗ്രസീവ് ഡാമേജ് ഉണ്ടാവുന്നു. എന്ത് കാരണത്താൽ? മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഇൻട്രാ ഓക്കുലർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനുള്ളിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. 3 പോയിന്റ്സ് കിട്ടി. അത് നമ്മളിനി ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? വിഷൻ ലോസ് ഉണ്ടാവുന്നു, അതേപോലെ തന്നെ വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റ് ഉണ്ടാവുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഗ്ലൂക്കോമയുടെ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ വേണ്ടത്. ഗ്ലൂക്കോമയുണ്ട്, കൺജങ്ക്റ്റിവൈറ്റിസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുകൂടി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്ലൂക്കോമ ആ ഒരു കോമ എന്ന് പറയുന്ന ആ ഒരു വേർഡ് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ കോമ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം എക്സാമ്പിൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നെർവ്സ് ഒക്കെ ഡാമേജ് ആയി നമ്മൾ കോമ സ്റ്റേജിൽ പോകുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനുള്ളിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. അതുവഴി എന്ത് സംഭവിക്കുന്നു? ഒപ്റ്റിക് നെർവ് ഡാമേജ് ഉണ്ടാവുന്നു. ഒപ്റ്റിക് നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലുള്ള നെർവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക് നെർവ്സ് എന്ന് പറയുന്നത്. അപ്പം കണ്ണിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ണിനുള്ളിലുള്ള നെർവ്സിന് ഡാമേജ് സംഭവിക്കുന്നു. അതുവഴി നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വിഷൻ ലോസും വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റും ഉണ്ടാവുന്നു. ഓക്കെ, ഗ്ലൂക്കോമ ഓർത്തിരിക്കാമല്ലോ. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക, അതേപോലെ തന്നെ അതുവഴി ഒപ്റ്റിക് നെർവ് ഡാമേജ് ഉണ്ടാവുന്നൊന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്ലൂക്കോമയിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഒരു നോർമലി ഐയുടെ ഒരു ഫിസിയോളജിയാണ് പറയുന്നത്. നമുക്കറിയാം കണ്ണിനുള്ളിലുള്ള ഒരു ക്ലിയർ ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ നമ്മൾ എന്തു പറയുന്നു? അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നു. ഇൻസൈഡ് ദ ഐ ദർ ഇസ് എ ക്ലിയർ ഫ്ലൂയിഡ് കോൾഡ് അക്വസ് ഹ്യൂമർ. ഈ അക്വസ് ഹ്യൂമർ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സീലിയറി ബോഡിയാണ് അക്വസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അത് പോസ്റ്റീരിയർ ചേംബറിലായിരിക്കും, അവിടുന്ന് പ്യൂപ്പിളിലെത്തും. പ്യൂപ്പിളിൽ നിന്ന് എവിടെ എത്തും? ആൻറ്റീരിയർ ചേംബറിലെത്തും. ഫസ്റ്റ് പോസ്റ്റീരിയർ ചേംബറിലാണ്, നെക്സ്റ്റ് പ്യൂപ്പിളിലെത്തുന്നു, പിന്നെ അത് ആൻറ്റീരിയർ ചേംബറിലെത്തുന്നു. ഓക്കെ,
ആന്റീരിയർ ചേംബറിൽ നിന്ന് അതിന്റെ ഡ്രെയിനേജ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് അത് ട്രബിക്കുലർ മെഷ്വർക്കിലും അതേപോലെ തന്നെ കനാൽ ഓഫ് സ്ലെമിലും എത്തിയിട്ടാണ് അതിന്റെ ഡ്രെയിനേജ് നടക്കുന്നത്. ഓക്കെ, ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐയുടെ ആന്റീരിയർ ചേംബർ ആംഗിളിലുള്ള ഒരു ടൈപ്പ് ഓഫ് ട്രയാങ്കുലർ ടിഷ്യൂ ആണ്. ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഈ ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറയുന്നത്. ട്രബിക്കുലറും ട്രയാങ്കുലറും ഓക്കെ, ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ. ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഈ ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറയുന്നത്. ഇതിനെ നമ്മളൊരു പ്രൈമറി എക്സിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തിൽ നിന്നും? ഈ ആന്റീരിയർ ചേംബറിൽ നിന്നും ട്രബിക്കുലർ മെഷ്വർക്കിലെത്തി അത് പിന്നെ എവിടെ പോകണം? കനാൽ ഓഫ് സ്ലെമിൽ എത്തണം. അങ്ങോട്ടുള്ള ആ ഒരു ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി എക്സിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രബിക്കുലർ മെഷ്വർക്കിനെ പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ വരുന്ന അക്വസ് ഹ്യൂമർ, ആന്റീരിയർ ചേംബറിലുള്ള ആ ഒരു അക്വസ് ഹ്യൂമറിനെ അതിനെ ഡ്രെയിൻ ചെയ്യിക്കുക അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് എങ്ങോട്ട് വിടുന്നു? കനാൽ ഓഫ് സ്ലെമിലേക്ക് എത്തുന്നു. കനാൽ ഓഫ് ആ ഒരു ടൈമിൽ അങ്ങനത്തെ ആ ഒരു പ്രോസസ്സിൽ വഴി കണ്ണിനുള്ളിലുള്ള ആ ഒരു പ്രഷർ ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രബിക്കുലർ മെഷ്വർക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലെ ആന്റീരിയർ ചേംബർ ആംഗിളിലുള്ള ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. ആ ഒരു ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റീരിയർ ചേംബറിൽ നിന്നും കനാൽ ഓഫ് സ്ലെമിലേക്ക് എന്തിനെ? അക്വസ് ഹ്യൂമറിനെ ഡ്രെയിൻ ചെയ്യിക്കുക അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്യുക. അതുവഴി കണ്ണിനുള്ളിലുള്ള പ്രഷർ അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രബിക്കുലർ മെഷ്വർക്കിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? അത് കഴിഞ്ഞിട്ട് കനാൽ ഓഫ് സ്ലെമിൽ എത്തുക എന്ന് പറഞ്ഞു. ഈ കനാൽ ഓഫ് സ്ലെം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന് വേറൊരു പേര് നമുക്ക് പറയാം, സ്ക്ലീറൽ വീനസ് സൈനസ് എന്നും പറയാം. സ്ക്ലീറൽ വീനൽ സൈനസ് എന്നും പറയാം. അപ്പം കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സർക്കുലർ വെസൽ പോലെയാണ്. കണ്ണിനുള്ളിലുള്ള ഒരു സർക്കുലർ വെസലാണ് ഈ കനാൽ ഓഫ് സ്ലെം എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഈ ഒരു ആന്റീരിയർ ചേംബർ അല്ലെങ്കിൽ ഈ ട്രബിക്കുലർ മെഷ്വർക്കിൽ വരുന്ന ആ ഒരു അക്വസ് ഹ്യൂമറിനെ ബ്ലഡ് സ്ട്രീമിലേക്ക് വിടുക എന്നുള്ളതാണ് കനാൽ ഓഫ് സ്ലെമിൻ്റെ ഫംഗ്ഷൻ. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് ഈ ഒരു കനാൽ ഓഫ് സ്ലെം എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോയിന്റ് ആണ് കനാൽ ഓഫ് സ്ലെം എന്ന് പറയുന്നത്. ആന്റീരിയർ ചേംബറിൽ നിന്നും ആ ഒരു അക്വസ് ഹ്യൂമറിനെ എവിടേക്ക് എത്തിക്കുക? ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ആൻഡ് ദിസ് പ്രോസസ് മെയിൻറ്റെയിൻസ് നോർമൽ ഇൻട്രാഓക്കുലർ പ്രഷർ. ഇൻട്രാഓക്കുലർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ രണ്ട് പ്രോസസ്സ് വഴി. അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റീരിയർ ചേംബറിലെത്തുന്നു, അവിടുന്ന് അക്വസ് ഹ്യൂമർ പ്യൂപ്പിളിലെത്തുന്നു, പ്യൂപ്പിളിൽ നിന്നും ആൻറ്റീരിയർ ചേംബറിലെത്തുന്നു. ഈ ആൻറ്റീരിയർ ചേംബറിലെത്തിയ അക്വസ് ഹ്യൂമറിനെ ട്രബിക്കുലർ മെഷ്വർക്ക് വഴിയും അതേപോലെ കനാൽ ഓഫ് സ്ലെം വഴിയും എവിടേക്ക് എത്തിക്കുന്നു? ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ എത്തിക്കുന്ന വഴി എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ ഇൻട്രാഓക്കുലർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ആവുന്നു. ഇൻട്രാഓക്കുലർ പ്രഷർ മെയിൻറ്റെയിൻ ആവുന്നു. അപ്പം നോർമൽ ആയിട്ടുള്ള ഇൻട്രാഓക്കുലർ പ്രഷർ എത്ര പറയുന്നത്? 10 to 21 mmHg ആണ് നോർമൽ ആയിട്ടുള്ള ഇൻട്രാഓക്കുലർ പ്രഷർ എന്ന് പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നോർമലി ഐയിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ നമ്മൾ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നു. ഈ അക്വസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സീലിയറി ബോഡിയാണ്. ഫസ്റ്റ് ഇത് പോസ്റ്റീരിയർ ചേംബറിൽ നിന്നും പ്യൂപ്പിളിൽ എത്തിക്കുന്നു. പ്യൂപ്പിളിൽ നിന്നും അത് ആന്റീരിയർ ചേംബറിൽ എത്തുന്നു. ആന്റീരിയർ ചേംബറിൽ നിന്നും അത് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിക്കണമെങ്കിൽ രണ്ട് വേ ആണ് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് എക്സിറ്റ് ആണ് പറയുന്നത്. ട്രബിക്കുലർ മെഷ്വർക്കും ഉണ്ട്, കനാൽ ഓഫ് സ്ലെമ്മും ഉണ്ട്. ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റീരിയർ പാർട്ട് അല്ലെങ്കിൽ ആന്റീരിയർ ചേംബറിലുള്ള ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. ആ ഒരു ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്റീരിയർ ചേംബറിൽ എത്തിയിട്ടുള്ള അക്വസ് ഹ്യൂമറിനെ എന്ത് ചെയ്യുക? ഡ്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുക. അതുവഴി ഈ ഒരു ഇൻട്രാഓക്കുലർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് കനാൽ ഓഫ് സ്ലെമിൻ്റെ കേസ് പറഞ്ഞു. കനാൽ ഓഫ് സ്ലെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ വെസലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഐയിലെ ഒരു സർക്കുലർ വെസലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ആന്റീരിയർ ചേംബറിൽ നിന്നും അക്വസ് ഹ്യൂമറിനെ ബ്ലഡ് സ്ട്രീമിൽ എത്തിക്കുക. ഇതാണ് ഒരു ഫൈനൽ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം, കനാൽ ഓഫ് സ്ലെം. നെക്സ്റ്റ് എന്താണ്? ഈ ഒരു പ്രോസസ്സ് വഴി കണ്ണിലുള്ള ഇൻട്രാഓക്കുലർ പ്രഷർ മെയിൻറ്റെയിൻ ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പം നോർമൽ പ്രഷർ എത്രയാണ്? 10 to 21 mmHg ആണ് നോർമൽ പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഗ്ലൂക്കോമയുടെ കേസിൽ അപ്പം എന്താ സംഭവിക്കുന്നത്? നോർമൽ കേസ് നമ്മൾ പറഞ്ഞു. അപ്പം ഗ്ലൂക്കോമയുടെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, in glaucoma the drainage of aqueous humor is reduced or blocked. കണ്ടോ?
അക്വസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രെയിനേജ് എന്ന് പറയുന്നത് കുറയുന്നു അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആവുന്ന കേസാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആന്റീരിയർ ചേംബർ വരെ എത്തിയ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ഒരു അക്വസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ അക്വസ് ഹ്യൂമറിന്റെ ഡ്രെയിനേജ് ബ്ലോക്ക് ആകുകയാണെങ്കിൽ പ്രഷർ ആ അക്വസ് ഹ്യൂമറിന്റെ ലെവല് കണ്ണിൽ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? കണ്ടോ, ഇതുവഴി എന്ത് സംഭവിക്കുന്നു? അക്വസ് ഹ്യൂമർ അക്യുമുലേറ്റ് ചെയ്യുന്നു, ഐയില് അക്വസ് ഹ്യൂമർ അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പം ഡ്രെയിനേജ് സംഭവിക്കുന്ന അത് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്നില്ല. അപ്പൊ കണ്ണിൽ തന്നെ അത് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അക്യുമുലേറ്റ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? ഇൻട്രാ ഓക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള ഡ്രെയിനേജ് നടന്നാൽ മാത്രമേ നമ്മൾ ഇൻട്രാ ഓക്കുലർ പ്രഷർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ബ്ലോക്ക് ആവുന്ന ഒരു കേസിൽ അല്ലെങ്കിൽ ഡ്രെയിനേജ് കുറയുന്ന ആ ഒരു കേസിൽ കണ്ണിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നു, അതുവഴി പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ആ പ്രഷർ വഴി പ്രഷർ കംപ്രസേഴ്സ് ദ ഒപ്റ്റിക് നെർവിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത് ഗ്രാജുവലി അത് എന്ത് സംഭവിക്കുന്നു? ഒപ്റ്റിക് നെർവ് ഫൈബേഴ്സിന് ഡാമേജ് സംഭവിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഗ്ലൂക്കോമയിൽ നടക്കുന്നത്. അപ്പം ഗ്ലൂക്കോമയുടെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഡ്രെയിനേജ്, ഈ അക്വസ് ഹ്യൂമറിന്റെ ഡ്രെയിനേജ് കുറയുന്നു അല്ലെങ്കിൽ ആ ഒരു ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്നു. അതുവഴി അക്വസ് ഹ്യൂമർ കണ്ണിൽ അക്യുമുലേറ്റ് ആവുന്നത് വഴി കണ്ണിലുള്ള പ്രഷർ അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അത് അവിടെയുള്ള ഒപ്റ്റിക് നെർവ്സിനെ കംപ്രസ് ചെയ്യുന്നു. ആ ഒരു പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് ഒപ്റ്റിക് നെർവ് കംപ്രസ് ആവുന്നു. ഒപ്റ്റിക് നെർവ് കംപ്രസ് ആവുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? ഗ്രാജുവൽ ആയിട്ടും ആ ഒപ്റ്റിക് നെർവിന് ഡാമേജ് സംഭവിക്കുന്നു. ഇത്രയാണ് ഗ്ലൂക്കോമയിൽ നടക്കുന്നത്.